ഇപ്പോൾ ഉള്ള കളി ഇപ്പം നമ്മളിപ്പോൾ നാഷൻസ് ലീഗും ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ വരാൻ പോകുന്ന വേൾഡ് കപ്പ്, അമേരിക്കയിൽ വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ എന്തെങ്കിലും സാധ്യതകൾ ഉരുത്തിരിഞ്ഞ് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ ദിലീപിന്? ഇപ്പം ഈ നേഷൻസ് ലീഗ് ഫൈനൽസിൽ പങ്കെടുത്ത 4 ടീം, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, പോർച്ചുഗൽ, ഇവർക്ക് 4 പേർക്കും നല്ല സാധ്യതയുള്ള 4 ടീം. ഇവർ കൂടാതെ യൂറോപ്പിൽ നിന്ന് സാധ്യതയുള്ളത് ഇംഗ്ലണ്ടും നെതർലൻഡ്സും 2 ടീം. ഇറ്റലിയുടെ കാര്യം ഇപ്പൊ ആദ്യ മിനിഞ്ഞാന്ന് നോർവേയോട് 3-0 തോറ്റു. ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ജോലിയായി മാറിയിട്ടുണ്ട് ഇറ്റാലിയൻ ജോബി സ്പെലറ്റിയൊക്കെ. ക്ലബിന്റെ കൂടെ പലതും ജയിച്ച ഒരു കോച്ചാണ്. മാൻസിനിക്ക് ഒരു ഇത് ജയിക്കാൻ പറ്റി, യൂറോ ജയിക്കാൻ പറ്റി, പക്ഷെ ലോകകപ്പിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇറ്റലിയുടെ കാര്യം ഇപ്പോഴും കുറച്ച് സംശയം. പക്ഷെ ഈ 6 ടീം യൂറോപ്പിൽ നിന്ന് വളരെ ശക്തമായിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ബ്രസീലില് ആൻസ്ലോട്ടി തുടക്കം കുറിച്ചോടെ എക്വഡോറായിട്ട് 0-0 ഡ്രോ. ആ ടീമിനെ നന്നാക്കി എടുക്കും, അതെനിക്ക് ഉറപ്പാണ്. അത് ഇനിയിപ്പോ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്വാളിഫയിങ് മാച്ചും ഫ്രണ്ട്ലിയും ഒക്കെ അടക്കം ഒരു ചുരുങ്ങിയത് ഒരു 10-12 കളി കിട്ടും. അത് ആ സമയം കൊണ്ട് ആൻസ്ലോട്ടിക്ക് കളിക്കേണ്ട പോലെ അവരെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റും. പിന്നെ അർജന്റീന എത്രയോ മുന്നിലാണ്. അർജന്റീന ഏകദേശം ഇപ്പൊ കളി നിർത്തി കഴിഞ്ഞു, അത്രയും മുന്നിലാണ് ആ ക്വാളിഫയിങ്. വിതൗട്ട് മെസ്സി തന്നെ, വിതൗട്ട് മെസ്സി ഇപ്പൊ കഴിഞ്ഞ കളി മെക്കാലിസ്റ്ററും ഇല്ല. അപ്പൊ അങ്ങനെ അവർക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഉള്ള ടീമാണ് ഇപ്പൊ. മെസ്സി ഇല്ലെങ്കിലും ഞങ്ങൾ ജയിക്കും, മെക്കാലിസ്റ്റർ ഇല്ലെങ്കിലും ജയിക്കാം. പിന്നെ ഗോൾ അടിക്കാൻ കളിക്കാറുണ്ട്. ഇപ്പൊ മാർട്ടിനസ് ആയാലും മറ്റേ ആൽവറസ്, ഇവരൊക്കെ ഒരു പുതിയ മുഖങ്ങളെന്ന് പറയില്ല, പക്ഷെ അവർക്ക് അനുഭവം ഉണ്ട്. മെസ്സിയുടെ ഒന്നും കുറേം കൂടി ചെറുപ്പമാണ്. അപ്പൊ അർജന്റീന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കേണ്ട അർജന്റീനയാണ്. പക്ഷെ ബാക്കി ഒരു 7-8 ടീം